بسم الله الرحمن الرحيم. In the name of Allah, the most gracious, the most merciful. വായനയുടെ ഇസ്ലാമിക മാനം. ശബാബ് വാരിക, പുടവ കുടുംബമാസിക. ഇസ്ലാമിക വിഷയങ്ങളിൽ പ്രമാണബദ്ധമായ ലേഖനങ്ങൾ, കാലിക പ്രശ്നങ്ങളിൽ ശക്തമായ ഇടപെടലുകൾ, ചോദ്യോത്തര പംക്തികൾ, തീവ്രവാദത്തിനും യാഥാസ്ഥികതയ്ക്കും നവയാഥാസ്ഥികതയ്ക്കുമെതിരെയുള്ള ശക്തമായ ചെറുത്തുനിൽപ്പ്. ശബാബ് വാരിക, പുടവ കുടുംബമാസിക. മർക്കസുദ്ദഅവ, ആറം റോഡ്, കോഴിക്കോട്. അത്തൗഹീദ് ദ്വൈമാസിക. ഇസ്ലാമിക വിഷയങ്ങളിൽ പണ്ഡിതോചിതമായ രചനകൾ, പഠന ഗവേഷണ രംഗങ്ങളിൽ ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്ന പ്രൗഢമായ പ്രതിപാദനങ്ങൾ, ആധുനിക വിഷയങ്ങളിൽ ലോക മുസ്ലിം പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളും മതവിധികളും. അത്തൗഹീദ് ദ്വൈമാസിക, മലയാളത്തിലെ വേറിട്ട ഇസ്ലാമിക പ്രസിദ്ധീകരണം. അത്തൗഹീദ് ദ്വൈമാസിക, KNM ഓഫീസ്, മർക്കസുദ്ദഅവ, ആറം റോഡ്, കോഴിക്കോട്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീ കമാ യുഹിബ്ബു റബ്ബുനാ വയർളാ. നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ. മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുളിൽ ഫലൻ തജിദ ലഹു വലിയ്യൻ മുർഷിദാ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുളിഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അമ്മാ ബഅദു ഫഇന്ന ഖൈറൽ ഹദീസ് കിതാബുല്ലാഹ് വഖൈറൽ ഹദിയ്യി ഹദിയ്യു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വശർറൽ ഉമൂരി മുഹ്ദസാതുഹാ വകുല്ല മുഹ്ദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ളലാല. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കും അല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹാ വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ വത്തഖുല്ലാഹ അല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം ഇന്നല്ലാഹ കാന അലൈക്കും റഖീബാ. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വഖൂലൂ ഖൗലൻ സദീദാ യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അളീമാ. അർഹമുറാഹിമീനായ പടച്ച റബ്ബ് നമ്മെ എല്ലാവരെയും ദുനിയവിയും ഉഖ്റവിയുമായ വിജയം നേടിയിട്ടുള്ള ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. സഹോദരങ്ങളെ, പരമാവധി കഴിവിൻ്റെ അത്ര എല്ലാവിധ തെറ്റായ തിന്മകളിൽ നിന്നും മാറി നിൽക്കുകയും സാധിക്കുന്നതിൻ്റെ പരമാവധി നന്മകൾ ചെയ്ത് അല്ലാഹു തആല തൃപ്തിപ്പെടുന്ന ജീവിതം നയിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഖസ്വത്തുൽ ഖുലൂബ് എന്ന് പറഞ്ഞിട്ട് ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ ഒരു പദാവലി കാണാം. ഖസ്വത്തുൽ ഖുലൂബ്,
അതിൻ്റെ മലയാള അർത്ഥം ഹൃദയങ്ങളുടെ കാഠിന്യം എന്നാണ്. കടുകടുത്ത ഹൃദയം, പരുക്കൻ സ്വഭാവം, കാരുണ്യമില്ലാത്ത, സ്നേഹമില്ലാത്ത, അങ്ങനെ ഒരു കരിമ്പാറ പോലെയുള്ള ഭീകരമായിട്ടുള്ള ഒരു മനസ്സിൻ്റെ ഉടമക്കാണ് ഖസ്വത്തുൽ ഖൽബ്, ഹൃദയത്തിൻ്റെ കാഠിന്യം എന്ന് പറയുക. മഹാനായ ഹസനുൽ ബസരി റഹിമഹുല്ലാ, അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഒരാൾ കടന്നു വന്നു. ജാഅ റജുലുൻ ഇലാ അൽ ഹസനിൽ ബസരി റഹിമഹുല്ലാ ഫഖാൽ യാ അബാ സഈദ് ഇന്നി അഷ്കൂ ഇലൈക ബിഖസ്വത്തിൽ ഖുലൂബ് ബിഖസ്വത്തിൽ ഖൽബ്, ഹൃദയത്തിൻ്റെ കാഠിന്യം അത് പരിഹരിക്കാൻ എന്തുണ്ട് മാർഗം എന്ന് ചോദിച്ചുകൊണ്ട് വേവലാതിപ്പെട്ടുകൊണ്ട് മഹാനായ ഹസനുൽ ബസരി റഹിമഹുല്ലയുടെ അടുത്ത് ഒരു മനുഷ്യൻ കടന്നു വന്നു. മഹാനായ ഹസനുൽ ബസരി റഹിമഹുല്ല അദ്ദേഹത്തിന് ഉത്തരം നൽകി, അദ്ദിബ്ഹു ബിദ്ദിക്ർ, അല്ലാഹു ജല്ല ജലാൽ, ആ പടച്ച റബ്ബിനെ കുറിച്ച് ഓർത്ത് അവനെ സ്മരിച്ച് എപ്പോഴും അവനെക്കുറിച്ചുള്ള സ്മരണകൾ കൊണ്ട് ഹൃദയത്തെ നിറക്കുക. അപ്പോ ഹൃദയം ലോലമായി തീരും. മനസ്സ് അതിൻ്റെ പരുക്കൻ സ്വഭാവമൊക്കെ മാറ്റി നൈർമല്യമുള്ള, നിർമ്മലതയുള്ള, സരളമായ, ലോലമായ, ആർദ്രതയുള്ള, കാരുണ്യമുള്ള, ദയയുള്ള, വിനയമുള്ള ഒരു മഹാ മനസ്സിന്റെ ഉടമയായി മാറും എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയാണ്. അലൈഹിസ്സലാം വറഹ്മത്തുള്ളാഹി. സഹോദരങ്ങളെ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബ കിറാമും മക്കയിൽ അനുഭവിച്ച പീഡനങ്ങളും യാതനകളും നമുക്കെല്ലാവർക്കും അറിയാം. മഹാനായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ 13 കൊല്ലമാണ് അള്ളാഹുവിന്റെ നബിയും റസൂലുമായി കൊണ്ട് ജീവിച്ചിട്ടുള്ളത്. 40-ാമത്തെ വയസ്സിൽ നബിക്ക് വഹി ലഭിച്ചു. 53-ാമത്തെ വയസ്സിൽ മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജ്റ വന്നു. 13 കൊല്ല കാലഘട്ടം. ഈ 13 കൊല്ല കാലഘട്ടത്തിനിടക്ക് അള്ളാഹുവിന്റെ ഹബീബായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും നിരവധി വലൈഹിസ്സലാം വറഹ്മത്തുള്ളാഹി വളരെയധികം പ്രയാസങ്ങൾ അനുഭവിക്കണ്ടായി. നമുക്കറിയാം, ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെയൊക്കെ ഇസ്ലാമായി എന്നുള്ളതിന്റെ പേരിൽ, ഷഹാദത്ത് ഉച്ചരിച്ചു എന്നുള്ളതിന്റെ പേരിൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പ്രഖ്യാപിച്ചതിന്റെ പേരിൽ ആരാധനക്ക് അർഹനായിക്കൊണ്ട്, ദുആഇന് അർഹനായിക്കൊണ്ട്, പ്രാർത്ഥനക്ക് അർഹനായിക്കൊണ്ട്, അർഹമുർറാഹിമീനായ മലിക്കുൽ ജബ്ബാറായ റബ്ബ്, ഏകനായ റബ്ബ് മാത്രമാണ്, ആ റബ്ബിന്റെ റസൂലാണ്, ദൂതനാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പ്രഖ്യാപിച്ചതിന്റെ പേരിൽ ബിലാലിനെ അദ്ദേഹത്തിന്റെ വസ്ത്രം ഊരിയെറിഞ്ഞ് അദ്ദേഹത്തെ വിവസ്ത്രനാക്കി ചുട്ടുപഴുത്ത മണലാരണ്യത്തിൽ മലർത്തിക്കടത്തി അദ്ദേഹത്തിന്റെ നെഞ്ചത്തേക്ക് ചുട്ടുപഴുത്ത പാറക്കല്ല് കയറ്റിവെച്ച് അദ്ദേഹത്തിന്റെ കഴുത്തിൽ കയറുകെട്ടി ഒരു നായെ വലിച്ചു കൊണ്ടുപോകുന്നത് പോലെ പോയി. ആ സന്ദർഭത്തിൽ അദ്ദേഹത്തോട് ചോദിച്ചു, നീ ഈ പുതിയ മതത്തിൽ നിന്ന് അഥവാ ഇസ്ലാമിൽ നിന്ന് പിന്നോട്ട് മാറുന്നുണ്ടോ, പഴയ മതത്തിലേക്ക് വരുന്നുണ്ടോ എന്ന്. അദ്ദേഹം ആ സന്ദർഭത്തിൽ എന്താ പറഞ്ഞത്? അല്ലാഹു അഹദ്, അല്ലാഹു അഹദ് എന്നിങ്ങനെ പറയായിരുന്നു അദ്ദേഹം. നമ്മൾ മനസ്സിലാക്കണം, മക്കയുടെ കാലഘട്ടം അതായിരുന്നു. വലിയ പ്രയാസമായിരുന്നു. മുസ്ലിമായി എന്നുള്ളതിന്റെ പേരിൽ, കട്ടതിന്റെ പേരിലോ അതല്ലെങ്കിൽ ആരെയെങ്കിലും അടിച്ചതിന്റെ പേരിലോ കലഹങ്ങൾ ഉണ്ടായതിന്റെ പേരിലോ അല്ല മുസ്ലിങ്ങൾ മക്കത്ത് പീഡിപ്പിക്കപ്പെട്ടത്. മറിച്ച് എന്റെ റബ്ബ് അല്ലാഹുവാണ്, അല്ലാഹു റബ്ബി എന്ന് പറഞ്ഞതിന്റെ പേരിൽ ആ മക്കത്ത് മുസ്ലിങ്ങൾ ആക്രമിക്കപ്പെട്ടത്. ബിലാലിന്റെ ചരിത്രം മാത്രമല്ല, ഹബ്ബാബിന്റെയും ഹുബൈബിന്റെയും ചരിത്രം നമുക്കറിയാം. ഒരു സഹാബിയുടെ ചരിത്രം എന്താണെന്നറിയും പ്രിയപ്പെട്ടവരെ? അദ്ദേഹത്തെ തിളച്ച ഒരു എണ്ണയുള്ള ചെമ്പ്, അതിന്റെ അടിയിൽ തീ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുക, ഈ എണ്ണ തിളച്ച് മറിഞ്ഞുകൊണ്ടിരിക്കുക, അതിലേക്ക് ജീവനോടൊരു സഹാബിയെ ഇട്ടു. അത് എന്നിട്ട് മറ്റൊരു സഹാബിക്ക് കാണിച്ചു കൊടുക്കുക, ഇതാ ഇതുപോലെ നിന്നെ ശിക്ഷിക്കും,
അതിന് പിന്നെ ഒരുക്കമാണെങ്കിൽ നീ മതത്തിൽ തുടർന്നു, അല്ലെങ്കിൽ ഇസ്ലാം ഒന്ന് ഇങ്ങോട്ട് പുറത്തു പോരൂ, തിരിച്ചു പോരൂ, പഴയ മതത്തിലേക്ക് പോരൂ, ലാത്തയെയും ഉസ്സയെയും മനാത്തയെയും ആരാധിക്കുന്ന ഖുറൈശികളുടെ മക്കയുടെ പഴയ മതത്തിലേക്ക് വരൂ എന്ന് ശത്രുക്കൾ പറയണ്ടായി. അദ്ദേഹം എന്താ പറഞ്ഞത്? ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലിൽ ഒരു ചെറിയ മുള്ളു തറക്കുന്നതാണ് ഈ പീഡനത്തെക്കാൾ, കുരിശിൽ എന്നെ തറക്കുന്നതിനേക്കാൾ വലിയ, എന്റെ ജീവൻ നഷ്ടപ്പെടുന്നതിനേക്കാൾ അതെനിക്ക് സഹിക്കാൻ പറ്റൂല, ഇതെനിക്ക് സഹിച്ചാലും കുഴപ്പമില്ല എന്നാ. എന്നെ ആണികളടിച്ച് കുരിശിലേറ്റിയാലും അതിനേക്കാൾ വേദന എന്താ? എന്റെ പ്രിയപ്പെട്ട ഹബീബായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിൽ ഒരു ചെറിയ മുള്ള് തറക്കുന്നതാണെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, മക്കയുടെ ചരിത്രത, സുമയ്യ, അമ്മാർ, യാസിർ. സുമയ്യ റളിയല്ലാഹു അൻഹാ ഇസ്ലാമിലെ ഒന്നാമത്തെ ഷഹീദ് ആരാണെന്ന് ചോദിച്ചാൽ, രക്തസാക്ഷി, ഇസ്ലാമിക ചരിത്രത്തിൽ ഒന്നാമത്തെ രക്തസാക്ഷി ആരാണെന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ ഷഹീദാരാ? സുമയ്യ ബീവി റളിയല്ലാഹു അൻഹയാണ്. അവര് മുസ്ലിമായി എന്നുള്ളതിന്റെ പേരില് ഇസ്ലാമിന്റെ ശത്രുക്കൾ അവരെ കഠിനമായി പീഡിപ്പിച്ചു. തീയില് ഇരുമ്പിന്റെ ദണ്ട് ചുട്ടുപഴിപ്പിച്ചു, എന്നിട്ട് ശരീരത്തിൽ പൊള്ളിച്ചു. എന്നിട്ടും മതിവരാതെ ശത്രുക്കൾ അവരുടെ ജനനേന്ദ്രിയത്തിലേക്ക് ഇത് തള്ളിക്കയറ്റി എന്നുള്ളതാ. അങ്ങനെയാണ് അവരെയൊക്കെ പീഡിപ്പിച്ചത്. പ്രിയപ്പെട്ടവരെ, മക്കയുടെ ചരിത്രത, നബിയെ തന്നെ, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തന്നെ കൊല്ലാൻ ഒരിക്കലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഈ അമ്മാറിന്റെയും യാസിറിന്റെയൊക്കെ വീട് സന്ദർശിച്ചു. ആ സന്ദർഭത്തിൽ അവര് അമ്മാറും യാസിറും സുമയ്യ ബീവിയൊക്കെ ഉണ്ടല്ലോ, അവരുടെയൊക്കെ ശരീരത്തിൽ ഭയങ്കര വ്രണങ്ങള്, മുറിവുകള്. എന്തുകൊണ്ട്? ശത്രുക്കൾ, പിന്നെ കാഫിറുകൾ, മുശ്രിക്കുകൾ ആക്രമിച്ചതിന്റെ പേരിൽ ശരീരത്തിൽ വല്ലാത്ത പ്രയാസങ്ങള്. ഇത് കണ്ടപ്പോൾ റസൂലുള്ളാഹിന്റെ മനസ്സ് വല്ലാതെ സങ്കടപ്പെട്ടു. റസൂലുള്ളാഹിന്റെ മനസ്സ് ദുഃഖം കൊണ്ട് വിവശനായി. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, സ്വബ്റൻ ആല യാസിർ മൗഇദകുമുൽ ജന്ന. യാസിർ കുടുംബമേ, ക്ഷമിക്കുക, നിങ്ങൾക്ക് സ്വർഗമുണ്ട് എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അതാണ് മക്കയുടെ ചരിത്രം. പ്രിയപ്പെട്ടവരെ, അങ്ങനെയായിരുന്നു സഹാബത്ത് ജീവിച്ചിരുന്നത്. വലിയ പീഡനങ്ങൾ. നബിയെ തന്നെ കൊല്ലാൻ എത്ര തവണ ശ്രമിച്ചു. നബിയുടെ വീട് വളഞ്ഞില്ലേ? നബിയെ കൊന്നാൽ ആ കൊന്നവന് 100 ഒട്ടകം എന്നുള്ള പ്രതിഫലം വാഗ്ദാനം ചെയ്തു. അപ്പോ മക്കയുടെ ചരിത്രത ഗത്യന്തരമില്ലാതെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ത്വായിഫിലേക്ക് പോയി. 3 വർഷം മക്കയിൽ നിന്ന് ഭക്ഷണോ കാര്യങ്ങളൊന്നും പണം കൊടുത്താൽ പോലും കിട്ടാത്ത അവസ്ഥ. ഉപരോധം, ബഹിഷ്കരണമുണ്ടായി. ഷഅബ് അബി ത്വാലിബ് എന്ന് പറയുന്ന മലഞ്ചെരുവില് 3 വർഷക്കാലം ഹബീബായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സ്വഹാബത്തും കഴിഞ്ഞത് എങ്ങനെയാ? പച്ചിലയും അതുപോലെ കാരൊക്കെ കഴിച്ചു കൂട്ടിയിട്ടാണ് അന്ന് കഴിഞ്ഞുകൂടിയത്. ആയിഷാ ബീവി റളിയല്ലാഹു അൻഹ പറയാ, അന്ന് പിന്നെ മുസ്ലിങ്ങള് കാഷ്ടിച്ചാലേ എങ്ങനെയാണെന്നറിയോ? ആടൊക്കെ കാഷ്ടിക്കുന്നത് കണ്ടില്ല ഞങ്ങള്? അത്രമാത്രം വളരെ ചെറിയ രൂപത്തിൽ അവരുടെ പിന്നെ വിസർജനം ഉണ്ടാകുക എന്നുള്ളതാ. എന്ന് പറഞ്ഞാൽ കാര്യമായിട്ടൊരു ഭക്ഷണമില്ല. എന്തിന്റെ പേരില്? ദീനിൽ കടന്നു വന്നു എന്നുള്ളതിന്റെ പേരില്. ഈ പ്രപഞ്ചം സൃഷ്ടിച്ചത് ഏകനായ റബ്ബാണ് എന്ന് വിശ്വസിച്ചതിന്റെ പേരിൽ, അവന് മാത്രമാണ് ഏക ഇലാഹ് എന്ന് വിശ്വസിച്ചതിന്റെ പേരിൽ, ആ അള്ളാഹുവിന്റെ ദൂതനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് വിശ്വസിച്ചതിന്റെ പേരിൽ. പ്രിയപ്പെട്ടവരെ, നബിയുടെയും സ്വഹാബത്തിന്റെയും ചരിത്രത. അവര് മദീനയിലേക്ക് വന്നു. മദീനയിൽ വന്നപ്പോ കുറച്ച് സൗകര്യങ്ങളൊക്കെ ലഭിച്ചു. ആളുകൾ സഹായം, അക്രമങ്ങൾക്ക് പകരം അവിടെ കുറെയൊക്കെ സഹായങ്ങൾ ഉണ്ടായി. ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. അങ്ങനെ സ്വഹാബികൾക്കൊക്കെ കച്ചവടവും കാര്യങ്ങളൊക്കെ ആയിട്ട് അൽഹംദുലില്ലാ ഭക്ഷണവും ഇതൊക്കെ കുറച്ചൊന്ന് സുഖമായി. മക്കയേക്കാൾ മദീനയില് അല്പം സുഖങ്ങളും സൗകര്യങ്ങളും കൂടി. ആ സന്ദർഭത്തിൽ ചെറിയ ചില അലസതകള് സഹാബികളുടെ കൂട്ടത്തിൽ കണ്ടപ്പോൾ അത് വിമർശിക്കാനൊന്നും ഉള്ള ഗൗരവമുള്ള കാര്യമല്ല. ചെറിയ നിസ്സാരമായ അലസതകൾ കണ്ടപ്പോ അല്ലാഹു തആല പരിശുദ്ധ ഖുർആനില് ഒരായത്തിറക്കുകയാണ്. സൂറത്തുൽ ഹദീദിൽ എന്താണ് ആയത്ത്? അലം യഅ്നിലിൽ ലദീന ആമനൂ, വിശ്വസിച്ചവർക്കിനിയും സമയമായില്ലേ, അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാ,
അള്ളാഹുവിനെ ഓർക്കാൻ അവരുടെ മനസ്സുകൾ, അവരുടെ ഹൃദയങ്ങൾ, ഖൽബ്, ഖുലൂബ് അത് വിനയപ്പെട്ടു വരാൻ ഇനിയും സമയമായില്ലേ? ആരോടത് ചോദിക്കുന്നത്? സ്വഹാബത്തിനോടാ ചോദിക്കുന്നത്. മക്കയില് ഇതുപോലെ പീഡനങ്ങൾക്ക് വിധേയരായ സ്വഹാബത്ത് മദീനത്ത് വന്നപ്പോ അവര് ഏതാനും അല്പസ്വല്പം സുഖങ്ങൾ കാരണം എന്താ, അല്പം ഈത്തപ്പഴം, ഓറഞ്ച്, അങ്ങനെ ആപ്പിള്, അതുപോലുള്ള ചെറിയ സൗകര്യങ്ങളൊക്കെ അതൊക്കെ ഇങ്ങനെ കിട്ടിയപ്പോ മുസ്ലിങ്ങൾക്ക് കുറച്ചും കൂടെ ആളുകളും സഹായമൊക്കെ കൂടിയപ്പോ ചെറിയ അലസത കണ്ടപ്പോഴാണ് ചോദിക്കുന്നത്. വിശുദ്ധ ഖുർആനിലൂടെ ചോദിക്കുക. ആയത്ത് സൂറത്തു അൽ ഹദീദിലെ 16-ാമത്തെ ആയത്താണ്. എന്തായത്? അലം യഅ്നില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. നിങ്ങൾക്ക് അള്ളാഹുവിനെ ഓർക്കാൻ നിങ്ങളുടെ മനസ്സുകൾക്ക് ഇനിയും സമയമായില്ലേ? വമാ നസല മിനൽ ഹഖ്. അള്ളാഹു യഥാർത്ഥത്തിൽ അവതരിപ്പിച്ച പരിശുദ്ധ ഖുർആൻ, ആ ഖുർആനിലേക്ക് കടന്നു വരാൻ ഇനിയും നിങ്ങൾക്ക് സമയമായില്ലേ? വലാ യകൂനൂ കല്ലദീന ഊതുൽ കിതാബ്. മുമ്പ് വേദം നൽകപ്പെട്ട ജൂത ക്രൈസ്തവരുണ്ടല്ലോ, അവരെ പോലെ മുഹമ്മദ് നബിയുടെ ഉമ്മത്താകാൻ വേണ്ടി പാടില്ല. അവർ അലസന്മാരും മടിയന്മാരും നന്ദി കെട്ട ആളുകളുമായിരുന്നു. അതുപോലെ മുഹമ്മദ് നബിയുടെ ഉമ്മത്താകാൻ പാടില്ല. അവരലസത കാണിക്കാൻ പാടില്ല. നിരന്തരമായി റബ്ബിനെ ഓർത്ത് ജീവിക്കണം. അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ അവർക്കുണ്ടാകണം. അതാ ഖുർആൻ പറയുന്നത്. ഫത്വാല അലൈഹിമുൽ അമദ്. ഈ ജൂത ക്രൈസ്തവന്മാർ, അഹ്ലുൽ കിതാബ്, വേദം നൽകപ്പെട്ടവർ, അവർക്കെന്താ സംഭവിച്ചത്? ഫത്വാല അലൈഹിമുൽ അമദ്. കാലം ഒരുപാട് ദീർഘമായി പോയി. ഒരുപാട് കാലങ്ങൾ കഴിഞ്ഞപ്പോ ഫഖസതു ഖുലൂബുഹും. അവരുടെ ഹൃദയങ്ങൾ കടുത്തുപോയി. ഹൃദയങ്ങള് കടുത്തുപോയി. വകസീറും മിൻഹും ഫാസിഖൂൻ. അങ്ങനെ തൗറാത്ത് കിട്ടി, ഇഞ്ചീൽ കിട്ടി, അമ്പിയാക്കൾ ഒരുപാട് വന്നു. അമ്പിയാക്കളെ കൺമുന്നിൽ കണ്ടവർ, അമ്പിയാക്കളുടെ മുഅ്ജിസത്ത് നേരിൽ കണ്ട് മനസ്സിലാക്കിയവർ, അവരില് വകസീറും മിൻഹും ഫാസിഖൂൻ, അവരിൽ ധാരാളം ആളുകൾ തമ്മാടികളായി മാറിയുന്ന. ഫാസിഖ് എന്ന് പറഞ്ഞാൽ അതിന്റെ പച്ച മലയാളം തമ്മാടി എന്നാണ്. തമ്മാടികളായി മാറി എന്നുള്ളതാ വിശുദ്ധ ഖുർആനാ പറയുന്ന. പ്രിയപ്പെട്ടവരെ, ഇതെവിടെയാണ്? മദീനത്ത് ഇറങ്ങുന്നത്. നബിയും സഹാബത്തൊക്കെ മദീനയിൽ വന്ന് 1-2 കൊല്ലം കഴിയുമ്പോൾ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇപ്പോ ഒരായത്തൊക്കെ ഇവിടെ ഇറങ്ങുകയാണെങ്കിൽ ഒരിക്കലും ഇറങ്ങൂല. കാരണം വഹി നിലച്ചു. അവസാനത്തെ പ്രവാചകനായ, അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി ഖാതമുൻ നബിയീൻ വഫാത്തായി പോയി അല്ലേ? ഇനി വഹി ഉണ്ടാവൂല. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അന്ന് ആയത്തിറങ്ങിയപ്പോ ഇത്ര ശക്തമായ രൂപത്തിൽ അള്ളാഹു തആല പറയുന്നത്. അപ്പൊ ഇപ്പൊ ആയത്തിറങ്ങാണെങ്കിലോ? നിങ്ങൾ കണ്ടോ, ഒരു 4 ദിവസം മുമ്പ് ജിദ്ദയില് ഒരാള് 66 വയസ്സ് പ്രായമുള്ള, എത്രയോ കാലങ്ങൾ, പതിറ്റാണ്ടുകളായി ഇവിടെ ജോലി ചെയ്യുന്നൊരു പ്രവാസിയ. ആ മനുഷ്യന് എന്നോ കടം കൊടുത്ത പൈസ അത് തിരിച്ചു ചോദിച്ചപ്പോ മനസ്സിലാ, കൂടുതൽ ആളുകൾ എന്ത് ചെയ്ത്, 2-3 ആളുകൾ കൂടി അദ്ദേഹത്തെ കൊന്നു എന്ന് മാത്രമല്ല പ്രിയപ്പെട്ടവരെ, അദ്ദേഹത്തിന്റെ ജഡം കത്തിച്ചു, പെട്രോൾ ഒഴിച്ചോ മറ്റോ ഒക്കെ കത്തിച്ചു. നിങ്ങൾ ആലോചിച്ചു, ഇവിടെ ഒരാളെ കൊന്നാൽ തല വെട്ടുമെന്ന് ഉറപ്പാണല്ലോ. ഈ അടുത്ത് നിങ്ങൾ ശ്രദ്ധിച്ചു എന്നറിയില്ല, പല സംഗതികൾ ഇവിടെ നടക്കുന്നുണ്ടെങ്കിലും ഏറെക്കുറെ നിങ്ങൾ നോക്കൂ, രാജകുടുംബത്തിൽപ്പെട്ട ഒരു രാജകുമാരൻ ഒരു കാര്യത്തില്, ഒരു കൊലപാതകത്തിൽ പ്രതിയായപ്പോ അദ്ദേഹത്തിന് ഇളവുണ്ടാകുമോ എന്ന് ആളുകൾക്ക് സംശയം ഉണ്ടായി. ആ സന്ദർഭത്തില് ഇവിടുത്തെ ആഭ്യന്തരമന്ത്രി എന്താ പറഞ്ഞതെന്നറിയോ? രാജകുടുംബത്തിലെ അംഗങ്ങളായാലും ശരി, കൊന്നവനെ കൊല്ലുക എന്നുള്ള ഇസ്ലാമിക ശരീഅത്ത് അത് നടപ്പാക്കുക തന്നെ ചെയ്യുന്ന, അത് നടപ്പാക്കുമെന്ന, അതാണ് ഈ രാജ്യത്തെ ഒരു പ്രത്യേകതയായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതൊക്കെ അറിയുന്ന മലയാളികൾ നിങ്ങൾ നോക്കൂ, 66 വയസ്സ് പ്രായമുള്ള അതേ നാട്ടിലേക്ക് പോകാൻ നിൽക്കുക. ഖുറൂജ് അടിച്ച് ഇനി പ്രവാസ ജീവിതം മതിയാക്കി നാട്ടിൽ പോയി കുടുംബത്തോടൊപ്പം കഴിയണമെന്ന് വിചാരിച്ച ഒരാള് കൊടുത്ത പണം തിരിച്ചു ചോദിച്ച പ്രശ്നം, കൊന്നു എന്നിട്ട് കത്തിക്കുക. അപ്പൊ ഈ മനുഷ്യന്മാരുടെ ഹൃദയം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഹൃദയം എത്ര കടുത്തുപോയി. അതുകൊണ്ട് അള്ളാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറയാണ്, എന്താ പറയുന്നത്? ഹേ മനുഷ്യരെ, നിങ്ങൾ കരിമ്പാറ കണ്ടിട്ടില്ലേ? ആ കരിമ്പാറ കറുകറുത്തതാണ്, അത് കഠിനമാണ്, അത് അടിച്ചാൽ പൊട്ടാൻ പ്രയാസമാണ്. പക്ഷേ അതിനിടക്ക് ചില കരിമ്പാറകളിൽ നിന്ന് എന്ത് ചെയ്യും? ചില സന്ദർഭത്തിൽ നീരുറവങ്ങനെ വരും, വെള്ളം വരും. വഇന്ന മിനൽ ഹിജാറതി ലമാ യതഫജ്ജറു മിൻഹുൽ അൻഹാർ. അതിൽ നിന്ന് വെള്ളം ഇങ്ങനെ വരുന്ന ചില പാറകളിൽ നിന്ന്. എന്നാൽ ചില മനസ്സുകളോ, അവരുടെ മനസ്സ്
ഒരു ഇതും ഉണ്ടാവില്ല. ഈ അടുത്ത് നിങ്ങൾ നോക്കൂ, ഇവിടെ വേറൊരു പ്രസിഡന്റായി ഒരാള് അദ്ദേഹത്തിന്റെ ഉമ്മയെ അടിച്ചു. ഒരു സൗദി പൗരനാണെന്ന് തോന്നുന്നു. അദ്ദേഹം സൗദി അറേബ്യയിലാണ് സംഭവം. എന്തായിരുന്നാലും അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹത്തിന്റെ ഉമ്മയെ അടിച്ചു എന്ന് മാത്രമല്ല, അടിയില് പല്ല് പോന്നു. അങ്ങനെ കോടതിയിൽ കേസ് വന്നു. എന്താ പിന്നെ കാളി വിധിച്ചെന്നറിയോ? 2400 അടിയും 5 വർഷം കഠിന തടവും. ഈ മാതാവിന്റെ 2 പല്ലാണ് പോന്നെന്ന് തോന്നുന്നു. ആ 2 പല്ല് ഈ മകന്റെ വായിൽ നിന്ന് പറിച്ചെടുക്കാനുമാണ് കാളി വിധിച്ചത്. പരോളില്ലാത്ത ശിക്ഷ. അപ്പൊ അത്ര കഠിനമായ വിധിയൊക്കെ ഇവിടെ ഉണ്ട്, നമുക്കറിയാം. എന്നിട്ട് പോലും നമ്മുടെ ആളുകൾ എന്ത് ചെയ്യുന്നു? ഇങ്ങനെയൊക്കെ കൊലപാതകങ്ങൾ എന്തെല്ലാം നമ്മുടെ നാട്ടിൽ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 2.5 വയസ്സുള്ള കുട്ടികളൊക്കെ അവരൊക്കെ പിന്നെ അവരുടെ ലൈംഗിക കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുക. അങ്ങനെ മനുഷ്യന്റെ മനസ്സൊക്കെ വളരെയധികം കടുത്തുപോയിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മയില്ല, പരിശുദ്ധ ഖുർആനിനെ കുറിച്ച് ചിന്തയില്ല, ഖബറിനെ കുറിച്ച് മനുഷ്യന്റെ മനസ്സിൽ ഓർമ്മയില്ല, മരിക്കും എന്നുള്ള ബോധമില്ല, ആഖിറത്ത്, നരകം, സ്വർഗം, വിചാരണ, മഹ്ശറ, ഹിസാബ്, ഇതൊന്നും മനുഷ്യന്റെ മനസ്സിൽ യാതൊരു ഇതുമില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറയാണ്, ഓരോ പാപിയും ഓരോ തമ്മാടിയും ഓരോ പാപിയും റബ്ബിനെ മറന്നുകൊണ്ട് ദുനിയാവിൽ ജീവിക്കുന്ന ഓരോ മനുഷ്യരും മലക്കുൽ മൗത്ത് അവനെ മരിപ്പിക്കാൻ വേണ്ടി വരുമ്പോ, അവന്റെ റൂഹെടുക്കാൻ വേണ്ടി മലായിക്കത്തുകൾ കടന്നു വരുമ്പോ അവന് പറയുന്ന കാര്യം പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുഅ്മിനൂനിലെ 99-100 ആയത്തുകളിൽ പറയുന്നുണ്ട്. ഹത്താ ഇദാ ജാഅ അഹദുഹുമുൽ മൗത്ത്, അവർക്ക് അവരിൽ ഒരാൾക്ക് മരണം വന്നെത്തുമ്പോൾ, അവന്റെ അവധി എത്തിക്കഴിയുമ്പോ, ഖാല, ആ മനുഷ്യനതാ വാവിട്ട് പറയുന്നു. വീട്ടിലെ ഭാര്യ ഉണ്ടാകും, മക്കളുണ്ടാകും, ബന്ധുക്കളുണ്ടാകും, പക്ഷെ അവർക്കൊന്നും അറിയൂല. ഈ മനുഷ്യൻ കട്ടിലിൽ കിടന്ന് മനസ്സുകൊണ്ട് റബ്ബിനോട് പറയാ, ഖാല റബ്ബിർജിഊൻ, നാഥാ എന്നെ ഒന്ന് മടക്കി തരേണമേ, എനിക്ക് കുറച്ചും കൂടെ ആയുസ് കൊണ്ടാ, കുറച്ചും കൂടെ ഒരു അവധി കൊണ്ടാ എന്ന് ആ മനുഷ്യൻ പറയുന്ന. ലഅല്ലി അഅമലു സ്വാലിഹാ, ഞാൻ സൽക്കർമ്മങ്ങൾ ചെയ്യാം, ഞാൻ അമലു സ്വാലിഹാത്തുകൾ ചെയ്യാം. ഫീമാ തറക്തു, ഞാൻ ഈ ദുനിയാവിലുണ്ടല്ലോ, ഈ വിട്ടേച്ചു പോകുന്ന ഉപേക്ഷിച്ചു പോകുന്ന ദുനിയാവില് സൽക്കർമ്മങ്ങൾ ചെയ്തേക്കാം, നല്ലത് ചെയ്തേക്കാം, ഇനി ഞാൻ കെട്ട കാര്യങ്ങൾ ചെയ്യൂല എന്നാ മനുഷ്യൻ പറയുന്ന. അപ്പൊ അല്ലാഹു തആല എന്താ മറുപടി പറയുന്നത്? കല്ലാ ഇന്നഹാ കലിമാ, വേണ്ട, അത് വെറും ഒരു വർത്തമാനാണ്, അതൊരു വെറും വർത്തമാനാണ്, ഒരു വാക്ക് മാത്രമാണ്, അതിനൊരു വിലയുമില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ്. കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബഅസൂൻ. അവന് പിന്നെ അവന്റെ മരണത്തിന് ശേഷം അവന് ബർസഖിയായ ഒരു ജീവിതമുണ്ട്. ബർസഖിയായ ജീവിതം എന്ന് പറഞ്ഞാൽ എന്താ? ഈ ദുനിയാവെന്നുള്ള മരണത്തിന്റെയും ആഖിറത്തിൽ ഒരുമിച്ച് കൂടുന്നതിന്റെയും ഇടയിലുള്ള കാലഘട്ടം. അത് ഖബറിലായിരിക്കാം, അത് സമുദ്രത്തിലായിരിക്കാം, വനാന്തരങ്ങളിലായിരിക്കാം, മരുഭൂമികളിലായിരിക്കാം, ചിലപ്പോഴോ ആരും കാണാത്ത പ്രദേശത്തുനിന്ന് വണ്ടിയൊക്കെ അടിച്ച് ജഡങ്ങൾ തെറിച്ചു പോയി പല ഭാഗങ്ങളെ ചതഞ്ഞരിഞ്ഞ്, ചിലപ്പോൾ നിങ്ങൾ കേട്ടില്ലേ, പിന്നെ വാരിയെടുക്കാൻ പോലും കിട്ടാത്ത രൂപത്തിൽ മനുഷ്യൻ അത്രമാത്രമായി പോകുന്ന അവസ്ഥ ഉണ്ട്. എന്തായിരുന്നാലും ശരി, ഈ ദുനിയാവുന്ന റൂഹാണ് പോയിട്ട് ആഖിറത്തിൽ ഒരുമിച്ച് കൂടുന്നത് വരെയുള്ള ആ കാലഘട്ടത്തിലാണ് ഖബറിലെ ജീവിതം അല്ലെങ്കിൽ ബർസഖിയായ ജീവിതം എന്ന് പറയുക. വിശുദ്ധ ഖുർആൻ പറയാണ്, അവന്റെ മരണശേഷം ബർസഖിയായ ഒരു ജീവിതമുണ്ട്. ഇലാ യൗമി യുബ്അസൂൻ, പുനരുദ്ധാന നാൾ വരെ. ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് കാഹളത്തിൽ 2ാമത് ഊത്തൂതുമ്പോ എല്ലാ മനുഷ്യരും അവരുടെ കബറിടങ്ങളിൽ നിന്ന്, മരിച്ചു വീണ സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് ഓടിവരും. ആ ഓടി വരുന്നത് വരെ അവന് ബർസഖിലായിരിക്കും. ആ ബർസഖിലോ ഇതുപോലെയുള്ള പാപികളുടെ അവസ്ഥ എന്തായിരിക്കും? കഠിനമായ ശിക്ഷയായിരിക്കുന്ന ഖബർ നമുക്കറിയാം. അത് ബൈത്തുൽ ഉൽമ,
ബൈത്തുദ്ദൂദ്, അത് അന്ധകാരത്തിന്റെ വീടാണ്, അത് ഏകാന്തതയുടെ വീടാണ്, അത് പാമ്പുകളുടെയും തേളുകളുടെയും അല്ലെങ്കിൽ ബൈത്തുദ്ദൂദ് പുഴുക്കളുടെ ലോകമാണ് എന്നാണ്. പ്രിയപ്പെട്ടവരെ, മലായിക്കത്തുകൾ വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രാ മിഅ്റാജ് പോയ ഘട്ടത്തിൽ നരകം കണ്ടു. നരകത്തിലെ ആളുകൾ സൃഷ്ടിക്കപ്പെടുന്നു. അപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മലായിക്കത്തുകൾ വരുന്ന ഖബറിലെ വലിയ ഇരുമ്പിന്റെ ദണ്ടുണ്ട്. നമസ്കാരത്തിന്റെ സമയത്ത് നമസ്കരിക്കാത്ത ആളുകൾ, ആ ആളുകൾക്ക് അവരുടെ തലക്ക് ഇരുമ്പിന്റെ ദണ്ട് കൊണ്ട് മേട്ടം കിട്ടുന്ന. സുബ്ഹാനല്ലാഹ്, പടച്ചറബ് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമുക്ക് എപ്പോഴും അള്ളാഹിന്റെ ഖുർആന്, ആ ഖുർആൻ ഓതുക, അതിൻ്റെയൊക്കെ അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കുക, 5 നേരം നമസ്കരിക്കുക. അതുപോലെ നമ്മൾ അള്ളാഹു ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ പരമാവധി നമ്മൾ ചെയ്യാതിരിക്കുക. അത് എന്തിൻ്റെ പേരിലായിരുന്നാലും ശരി, നമ്മൾ സുഹൃത്തുക്കൾ പറഞ്ഞിട്ടല്ലേ ഇന്നാലാകാം എന്നുള്ള നിലക്കൊന്നും പാടില്ല. നമ്മൾ പരമാവധി തെറ്റുകളിൽ നിന്ന് വിട്ടു നിൽക്കുക. എന്തെല്ലാം ആയത്തുകളും ഹദീസുകളൊക്കെയാണ് വിശുദ്ധ ഖുർആനിലുള്ളത്. ഓരോ സംഭവങ്ങൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഖുർആൻ പറയാണ്, ലോകത്ത് കഴിഞ്ഞു പോയിട്ടുള്ള അഹങ്കാരികൾ, തമ്മാടികൾ, അവരൊക്കെ നിമിഷ നേരം കൊണ്ട് അല്ലാഹു തആല എന്ത് ചെയ്തിട്ടുണ്ട്? നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്. ഒരു സംശയവുമുണ്ട് പ്രിയപ്പെട്ടവരെ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഖുർആന് പറയാണ്, എത്ര മുൻകഴിഞ്ഞ സമൂഹമാണ്, അവരെ നാം നശിപ്പിച്ച് കളഞ്ഞിരിക്കുന്നു. അവർക്ക് സൈന്യമുണ്ടായിരുന്നു, അവർക്ക് കൊട്ടാരങ്ങളുണ്ടായിരുന്നു, കോട്ടകളുണ്ടായിരുന്നു, അവർക്ക് ആയുധ ബലമുണ്ടായിരുന്നു, അവർക്ക് സമ്പത്തിന്റെ ഖജനാവുകൾ ഉണ്ടായിരുന്നു. ഫകഅയ്യിൻ മിൻ ഖർയത്തിൻ അഹ്ലക്നാഹാ വഹിയ ളാലിമ ഫഹിയ ഖാവിയത്തുൻ അലാ ഉറൂഷിഹാ വബിഇരിൻ മുഅത്വല വഖസ്രിൻ മഷീദ് അഫലം യസീറൂ ഫിൽ അർൾ ഫതകൂന ലഹും ഖുലൂബ് യഅഖിലൂന ബിഹാ ഔ ആദാനുൻ യസ്മഊന ബിഹാ ഫഇന്നഹാ ലാ തഅമൽ അബ്സാർ വലാകിൻ തഅമൽ ഖുലൂബ് അല്ലതീ ഫിസ് സുദൂർ. എന്താ ഈ പറയുന്നത്? ഫകഅയ്യിൻ മിൻ ഖർയ, എത്ര ഗ്രാമങ്ങളുണ്ട്, നാടുകളുണ്ട്. ആ നാടുകൾ അഹ്ലക്നാഹാ, അവരെ നാം നശിപ്പിച്ചു കളഞ്ഞു. എന്തുകൊണ്ടാണ് നശിപ്പിച്ചത്? അള്ളാഹുവിന് അവരോട് വ്യക്തിപരമായ വിദ്വേഷമുണ്ടോ? ഇല്ല. ആരോടും റബ്ബിന് കാരുണ്യമുള്ളൂ, ദയയുള്ളൂ, കൃപയുള്ളൂ. പക്ഷേ ചില സമൂഹങ്ങൾ അല്ലാഹു തആല നശിപ്പിക്കും. എന്താ കാരണം? അഹ്ലക്നാഹാ വഹിയ ളാലിമ, അവർ അക്രമികളാണ് കാരണം. അവർ അക്രമം ചെയ്യുന്നവരായിരുന്നു. എന്തെല്ലാം അക്രമങ്ങൾ! കണ്ണും കാതും ഖൽബും നൽകിയിട്ടുള്ള, ജീവൻ നൽകിയിട്ടുള്ള, എല്ലാ അനുഗ്രഹങ്ങളും നൽകിയിട്ടുള്ള റബ്ബിനോട് ദുആ ചെയ്യാതെ അവന് പുറമെയുള്ള ശക്തികളോട് പ്രാർത്ഥിക്കുന്ന ആളുകൾ, ആരാധനകൾ നടത്തുന്ന ആളുകൾ, പലിശ വാങ്ങുന്ന ആളുകൾ, യതീമിന്റെ സ്വത്ത് ഭുജിക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ മാരണങ്ങൾ നടത്തുന്ന ആളുകൾ, മനുഷ്യരെ കൊല നടത്തുന്ന ആളുകൾ, അങ്ങനെ ഒരുപാട് തിന്മകൾ, അങ്ങനെയുള്ള ആളുകൾ നശിപ്പിക്കുന്ന ഫഹിയ ഖാവിയത്തുൻ അലാ ഉറൂഷിഹാ, അവരെങ്ങനെയാ നശിപ്പിച്ചതെന്ന് ഖുർആൻ പറയാ. സൂറത്തുൽ ഹജ്ജ് 45-46 ആയത്തുകൾ നമ്മൾ മനസ്സിലാക്കണത്. നമുക്ക് അഹങ്കാരം ഉണ്ടാകുമ്പോൾ ഈ ആയത്തുകളൊക്കെ നിർത്തു വെക്കുക. എന്താ? ഫഹിയ ഖാവിയത്തുൻ അലാ ഉറൂഷിഹാ, അവര് വീണ് നശിച്ചതേ. വീടിന്റെ ഈ മേൽഭാഗം ഉണ്ടല്ലോ, ഈ മേൽപ്പുര, അത് വീണ് അതിന് അടിഞ്ഞു പോയി എന്നാ. അത് എഴുന്നേറ്റ് അല്ലെങ്കിൽ ഒന്ന് അനങ്ങാൻ കഴിയാത്ത രൂപത്തില് അങ്ങോട്ട് വീണ് ശരിയായി. വബിഇരിൻ മുഅത്വല, എത്രയോ കിണറുകളിലേക്ക് വീണ് പോയിട്ടുണ്ട്. വഖസ്രിൻ മഷീദ്, കോട്ട കൊത്തളങ്ങൾ, വലിയ രമ്യഹർമ്മങ്ങൾ, അമ്പരചുംബികളായ ബുർജുകൾ, ടവറുകൾ, അതൊക്കെ എന്താണ്? തകർന്നടിഞ്ഞിട്ടുണ്ട്. ഖസ്ർ എന്ന് പറഞ്ഞ അറബി ഭാഷയിൽ അതിനർത്ഥം പറയുക കൊട്ടാരമെന്ന. കൊട്ടാരണ്ട്, ഇനി പിന്നെ കാറ്റും കോളൊന്നുമില്ല, ഇനി പ്രയാസമല്ല, ഇനി മരണം ഉണ്ടാവൂല എന്ന് വിചാരിക്കണ്ട. അഹങ്കാരമുണ്ടെങ്കിൽ, അക്രമമുണ്ടെങ്കിൽ അള്ളാഹു ഒരുത്തിന് മുകളിലുണ്ടെന്ന് മനസ്സിലാക്കുക. ആ റബ്ബിനൊന്ന് വിചാരിച്ചാൽ മതി എല്ലാം തകർന്നടിയാൻ. അതുകൊണ്ട് അഫലം യസീറൂ ഫിൽ അർള്, അവര് ഭൂമിയിലൂടെ സഞ്ചരിച്ചിരുന്നുവെങ്കിൽ
ഫതകൂന ലഹും ഖുലൂബുൻ യഅഖിലൂന ബിഹാ, അവർക്ക് ചിന്തിക്കുന്ന മനസ്സുണ്ടാകുമായിരുന്നു. ഔ ആദാനു യസ്മഊന ബിഹാ, അവർക്ക് കേട്ട് മനസ്സിലാക്കാനുള്ള ചെവികൾ ഉണ്ടാകുമായിരുന്നു. ഫഇന്നഹാ ലാ തഅമൽ അബ്സ്വാർ, കണ്ണുകൾക്കല്ല അന്ധത ബാധിക്കുന്നത്. കണ്ണ് കാണാത്ത ആളെ നമ്മൾ എന്താ വിളിക്കുക? കണ്ണുപൊട്ടൻ, അന്ധൻ എന്ന് വിളിക്കും അല്ലേ? പരിശുദ്ധ ഖുർആൻ പറയാണ്, ചില അന്ധന്മാരുണ്ട്, അവർക്ക് കണ്ണൊക്കെ കാണും, പക്ഷെ എന്താണ് അവരുടെ അന്ധത? ഫഇന്നഹാ ലാ തഅമൽ അബ്സ്വാർ, അവരുടെ കണ്ണുകൾക്ക് അന്ധതയില്ല. വലാകിൻ തഅമൽ ഖുലൂബ് അല്ലതി ഫിസ്സുദൂർ, നെഞ്ചകത്തുള്ള ഹൃദയത്തിനാണ് അവർക്ക് അന്ധത. മനസ്സിലായോ? അതാണ് മനസ്സ് കടുത്തുപോയി എന്ന് പറയുന്നത്. മാതാവ്, ഉമ്മ, പ്രസവിച്ച് പോറ്റി വളർത്തിയിട്ടുള്ള ഉമ്മ, ആ ഉമ്മ വയ്യാതെ കിടക്കുമ്പോൾ, വേദനിച്ച് കിടക്കുമ്പോൾ, ആ ഉമ്മാനൊന്ന് ആശ്വസിപ്പിക്കാൻ, ആ ഉമ്മയോടൊരു നല്ല വാക്ക് പറഞ്ഞ്, ഒരു നല്ല വാക്ക് പറഞ്ഞ് ആ മനസ്സിനൊന്ന് ആശ്വാസം കൊടുക്കാൻ, അതല്ലെങ്കിൽ സ്വന്തം ഉടപ്പുറപ്പ് മരിച്ചിട്ട് പോലും ജീവിതത്തിൽ മരണത്തെക്കുറിച്ച് ചിന്തയില്ലാത്ത, ഞാനിതൊക്കെ പറയുന്ന ചില സംഭവങ്ങളുടെ വെളിച്ചത്തിലാണ് പ്രിയപ്പെട്ടവരെ. എത്രയോ സംഭവങ്ങൾ നമ്മൾ ഇതിൽ കേട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയോ, ഒരു പെണ്ണ്, അവളെന്താ ചെയ്തത്? സ്വന്തം ഭർത്താവ് മരണപ്പെട്ടു പോയി ഒരു ബൈക്ക് അപകടത്തിൽ. ഒന്നിച്ച് ജീവിച്ച ആളുകൾ, ഒരു കുട്ടി, അദ്ദേഹത്തിന്റെ ഒരു കുട്ടിയെ പ്രസവിച്ച് വളർത്തിയവളാണ് അവള്. മരിച്ചിട്ട് ഒരു കൊല്ലം കഴിയുന്നതിന് മുമ്പ് ഈ പെണ്ണെന്ത് ചെയ്തു? ഒരു കാഫറിന്റെ കൂടെ ഓടിപ്പോയി. മനുഷ്യന്മാരുടെ മനസ്സിന്റെ കടുപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. മരണത്തെക്കുറിച്ചൊന്നും ചിന്തല്ല. അള്ളാഹുവിന്റെ അടുക്കൽ ഒരുമിച്ച് കൂട്ടപ്പെടുമെന്നോ, അവിടെ ഹിസാബുണ്ടെന്നോ, നരകത്തിൽ ഏകാന്ത വാസമുണ്ടാകുമെന്നോ ആർക്കും ഒരു ഭയമല്ല പ്രിയപ്പെട്ടവരെ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, എന്താ പറയുന്നത് പ്രിയപ്പെട്ടവരെ? നിങ്ങൾ നല്ലവണ്ണം അള്ളാഹിനെ കുറിച്ച് ഓർക്കുക. ഈമാന് അത് എപ്പോഴും നമ്മളിങ്ങനെ പുതുക്കിക്കൊണ്ടിരിക്കണം. നമ്മളെ ഈമാൻ ഇങ്ങനെ പുതുക്കിക്കൊണ്ടിരിക്കണം. അതെങ്ങനെ പുതുക്കുക? അത് പുതുക്കാനുള്ള മാർഗം എന്താ? നമ്മൾ ഈ ഇസ്ലാം പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക. ഈ പ്രത്യേകിച്ച് ഖുർആനൊക്കെ ഉണ്ടല്ലോ, ഖുർആനിൽ ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ വായിക്കുക. മരണത്തെക്കുറിച്ച് നരകത്തെക്കുറിച്ചൊക്കെ എത്രയെത്ര ആയത്തുകളുണ്ട്, സൂറത്തുകളുണ്ട്. നിങ്ങൾ സൂറത്തുൽ ഹാക്ക ഇന്നിപ്പോ ഇവിടെ ഇമാം ഓതുണ്ടായി. എന്താ സുബ്ഹാനല്ലാഹ്, ആ സൂറത്തിന്റെ അർത്ഥം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നരകത്തിലെ ചെങ്ങലകളെ സംബന്ധിച്ച്, നരകത്തിലെ ഭീകരമായ ശിക്ഷകളെ സംബന്ധിച്ച്, അവിടുത്തെ ഭക്ഷണത്തെക്കുറിച്ചൊക്കെ പറയുന്ന സൂറത്താണ് സൂറത്തുൽ ഹാഖ്. വലാ തുആമുൻ ഇല്ലാ മിൻ ഗിസ്ലീൻ, അവർക്ക് ഒരുതരം മുള്ളുള്ള, ഒരിക്കലും വിശപ്പ് മാറാത്ത ഒരുതരം ഭക്ഷണം നരകത്തിൽ ഉണ്ടാകുന്ന. ലാ യഅകുലുഹു ഇല്ലൽ ഖാതിഊൻ, പാപികളല്ലാതെ ഭക്ഷിക്കൂലാന്ന. അപ്പോ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക, അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുക, ഈമാൻ പുതുക്കുക. വിശുദ്ധ ഖുർആൻ പറയാണ്, എന്താ പറയുന്നത്? അല്ലദീന ആമനു വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അല്ലദീന ആമനു, ഈമാനുള്ള മനുഷ്യർ, അള്ളാഹുവിൽ വിശ്വസിച്ച മനുഷ്യർ, വതത്മഇന്നു ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ ശാന്തമാകും. ബിദിക്രില്ലാഹ്, അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുമ്പോ അള്ളാഹിനെ കുറിച്ച് ധാരാളം ഓർക്കണം പ്രിയപ്പെട്ടവരെ. അതാ നമുക്ക് വേണ്ടത്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, ഹൃദയങ്ങള് അത് ശാന്തമാവുക അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുമ്പോഴാണ്. അള്ളാഹിനെ കുറിച്ച് ഓർക്കണം. ഒരു ഹദീസിൽ കാണാം, ഒറ്റക്കിരുന്ന് അള്ളാഹിനെ കുറിച്ച് ഓർത്ത് കരഞ്ഞ മനുഷ്യന്, ആ മനുഷ്യന് ഒരിക്കലും നരകത്തിൽ പോകില്ലെന്നാ. അവന് പോണെങ്കിൽ എന്ത് ചെയ്യണം? ഒട്ടകം സൂചിക്കുഴയിലൂടെ പ്രവേശിക്കണം. ഒട്ടകം സൂചിക്കുഴയിലൂടെ പ്രവേശിക്കൂ? ഒരിക്കലുമില്ല. എന്നതുപോലെ ആ മനുഷ്യൻ നരകത്തിൽ പ്രവേശിക്കൂലാണ്. പക്ഷെ എന്തു വേണം? ഒറ്റക്കിരുന്ന് റബ്ബിനെ കുറിച്ച് ഓർത്ത് കരഞ്ഞ് മനസ്സ് സങ്കടപ്പെട്ട് അങ്ങനെ ആ വിശ്വാസത്തിൽ ജീവിച്ച് മരിച്ചു പോകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല മനസ്സിന്റെ ഉടമകളായി ജീവിക്കുവാൻ,
നമുക്കേവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിലെ രോഗങ്ങളും പ്രയാസങ്ങളുമുള്ള ആളുകൾക്ക് അല്ലാഹു തആല ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മഹാമാരികളായ ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ, കിഡ്നി സംബന്ധമായ പ്രശ്നങ്ങൾ, റബ്ബേ റഹ്മാനെ, അതുപോലെയുള്ള മാരകമായ അസുഖങ്ങളിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും നീ കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, ജീവിതത്തിലെ പരീക്ഷണങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണമേ. സാമ്പത്തിക പ്രയാസമുള്ള ആളുകൾക്ക് നിന്റെ റഹ്മത്ത്, നിന്റെ ഐശ്വര്യം നീ നൽകണമേ നാഥ. അല്ലാഹുവേ, ഞങ്ങളെ ഭാര്യ, സന്താനങ്ങളെ, കുടുംബങ്ങളെ ഈമാനും ഇഖ്ലാസുമുള്ള ആളുകളാക്കി നീ അനുഗ്രഹിക്കണമേ. അല്ലാഹുവേ, മരിച്ചു പോകുമ്പോൾ ഈമാനോടുകൂടെ അല്ലാഹുവേ നിന്റെ തൃപ്തിയോടുകൂടെ മരണപ്പെടാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണമേ റബ്ബേ. നിന്നെ മാത്രം വിളിച്ച് ദുആ ചെയ്യുന്ന, നിനക്ക് വഴിപ്പെട്ട് ജീവിക്കുന്ന നിന്റെ ദാസന്മാരാക്കി ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. അല്ലാഹുവേ, നരകത്തിന്റെ അദാബിൽ നിന്ന് കാത്തുരക്ഷിക്കണമേ. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ. റബ്ബേ റഹ്മാനെ, ഖബറിന്റെ അദാബിൽ നിന്ന് കാത്തുരക്ഷിക്കണമേ. ഖബറിന്റെ അദാബിൽ നിന്നും കാത്തുരക്ഷിക്കണമേ നാഥ. അല്ലാഹുവേ, സ്വർഗ്ഗത്തിൽ ഞങ്ങളെ നീ പ്രവേശിപ്പിക്കണമേ. اللهم أدخلنا الجنة الفردوس الأعلى يا رب العالمين. اللهم اغفر لنا وارحمنا وأدخلنا الجنة يا رب العالمين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما. لا إله إلا أنت سبحانك إنا كنا من الظالمين. حسبنا الله ونعم الوكيل. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. واغفر لنا يا غافر المذنبين وارحمنا يا أرحم الراحمين. صلى الله وسلم على نبينا محمد والحمد لله رب العالمين.